ദ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ പ്രഥമ പുരസ്കാരം നേടിയിരിക്കുന്നു ആർട്ടിസ്റ്റ് കൂടിയായ സി ഭാഗ്യനാഥ്. ശില്പവും പ്രശസ്തി പത്രവും കൂടെ 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസുമാണ് പുരസ്കാര ജേതാവിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും ശാസ്ത്രമിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനും ഈ ട്രസ്റ്റിൻ്റെ ഭാഗമാകാനും ഇന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ പുരസ്കാരം, അതിവിശിഷ്ടമായ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കൈമാറാനും സാധിച്ചത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടും ഗുരുത്വമായിട്ടും കാണുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് മുന്നിൽ ഈ വേദിയിൽ നിൽക്കുമ്പോഴും ഓർമ്മകളിൽ ഞാനിപ്പോൾ മറ്റൊരു ലോകത്താണ്. ആ ലോകത്ത് ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറിൻ്റെ മുഖം തെളിഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വരകൾ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ ഓർമ്മകളിൽ ഒന്നായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ചില മനുഷ്യർ പരിചയപ്പെടേണ്ടതുണ്ട് എന്നത് കാലത്തിൻ്റെ നിശ്ചയമായിരിക്കാം. അല്ലെങ്കിൽ നമ്പൂതിരി സാറിനെ പോലെ വലിയൊരു വ്യക്തിയെ പരിചയപ്പെടാൻ തീർത്തും വ്യത്യസ്തമായ ഒരു ലോകത്ത് ജീവിക്കുന്ന എനിക്ക് സാധിക്കില്ലായിരുന്നു. വാനപ്രസ്ഥം എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്താണ് നമ്പൂതിരി സാറിനെ ഞാൻ വളരെ അധികം അടുത്തറിയുന്നത്, പരിചയപ്പെടുന്നത്. ഒരുപാട് മഹത്തുക്കളെ പരിചയപ്പെടാനും അവരുടെ അനുഗ്രഹം നേടാനും എനിക്ക് അവസരം തന്ന ഒരു സിനിമയാണ് വാനപ്രസ്ഥം. ജീവിതത്തിൽ ചില പരിചയങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. എന്നാൽ നമ്പൂതിരി സാർ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ നീണ്ട വരകൾ പോലെ തന്നെയാണ്. ആ ശ്ലോകം എൻ്റെ 8ാം ശ്ലോകമായിരുന്നു. സുധാ സിന്ധൂർ മധ്യ എന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ആ ശ്ലോകത്തിനെക്കുറിച്ച് ഞാൻ എഴുതി. അന്ന് അദ്ദേഹം മദ്രാസിലായിരുന്നു. ഞാനിത് കൊണ്ടു കൊടുത്തപ്പോൾ അത് വാങ്ങിച്ചിട്ട് കുറേ സമയം അദ്ദേഹം എന്നെ നോക്കിയിരുന്നിട്ട് പറഞ്ഞു, ഭയങ്കര പണിയാണല്ലോ എനിക്ക് തന്നിരിക്കുന്നില്ല. ഞാൻ സാർ, എനിക്കിത് എന്തുകൊണ്ട് ഇത് വരയ്ക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ എന്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും എനിക്കറിയില്ല. അതൊരു നിയോഗമായിരിക്കും, എനിക്കങ്ങനെ മനസ്സിൽ തോന്നിച്ചതാണ്, എനിക്ക് വരച്ചു തരണം എന്ന് പറഞ്ഞു. അത് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് അനേകായിരം ക്യാരക്ടേഴ്സുള്ള ഒരു ശ്ലോകമാണ്. അതെങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയുന്നില്ല. പെട്ടെന്ന് പറഞ്ഞാൽ സദാശിവ പലകയുടെ മുകളിൽ കാമദേവൻ്റെ മടിയിലിരിക്കുന്ന ഒരു ദേവിയെക്കുറിച്ചാണ്. പക്ഷെ അതിൻ്റെ ചുറ്റും ഒരുപാട് ദേവിമാർ പ്രൊട്ടക്ടേഴ്സ് ഉണ്ട്. അത് സുധാസാഗരത്തിൻ്റെ നടുക്കാണ്. ആ ഡിസ്ക്രിപ്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നത്, എന്നെക്കൊണ്ട് അത് എങ്ങനെ ചെയ്യിച്ചു എന്ന കാര്യം എനിക്ക് ഇന്നും അറിയില്ല. അതും പൂർവ്വ നിശ്ചിതമായിരിക്കാം. ശ്രമിക്കാം എന്ന് മാത്രമേ അദ്ദേഹം എന്നോട് പറഞ്ഞുള്ളൂ. പിന്നെ ഞങ്ങൾ എത്രയോ തവണ പരസ്പരം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്പൂതിരി സാർ എന്നെ കണ്ടാൽ പതുക്കെ മാറി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചാൽ, എന്താണ് അങ്ങ് എന്നെ കണ്ടപ്പോൾ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറി നടക്കുന്നത്? അപ്പോൾ ചോദിച്ചു, ലാൽ എന്താണ് ആ ചിത്രത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുക, അതെന്തായിന്ന്? ഞാൻ പറഞ്ഞു, ഞാനതൊരിക്കലും ചോദിക്കില്ല. കാരണം വളരെ സങ്കീർണമായിരുന്ന ഒരു ശ്ലോകത്തെ വരയ്ക്കുക എന്നത് അത് നിർബന്ധിച്ചാൽ നടക്കുന്നതല്ല. അജ്ഞാതമായ ശക്തി പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ അത് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഏതാണ്ട് 5 വർഷം എടുത്തു അദ്ദേഹം ആ ചിത്രം എനിക്ക് വരച്ചു തരാൻ. നമ്പൂതിരി സാറിൻ്റെ ഏതാണ്ട് 150-160 കൂടുതൽ ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വളരെ നിധി പോലെ വളരെ നന്നായി സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പണ്ട് വരച്ചിരുന്ന ചിത്രങ്ങൾ.
മലയാളം മാസികയിലൊരു ആർട്ടിക്കിളിൽ നമ്പൂരി സാറ് വരച്ച ചിത്രത്തിൻ്റെ അടുത്ത് ഞാനൊരു ചിത്രം വരച്ചു. അതും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മനോരമ നടത്തിയ ഏറ്റവും ഒരു ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. ഒരു 100 വർഷത്തെ ലിറ്ററേച്ചർ എടുത്തിട്ട് അതിൽ നിന്ന് 10 കഥകളെടുത്ത് കഥയാട്ടം എന്ന പേരിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് മുഴുവൻ ചിത്രങ്ങളും അദ്ദേഹമാണ് വരച്ചത്. അപ്പം നമ്മുടെ അഭിനയ ജീവിതത്തിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ശക്തിയും ഒരു എന്താ പറയുക ഒരു പ്രചോദനവും ഒരു ധൈര്യമൊക്കെ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്.